കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയിൽ സാംസ്കാരിക വൈവിധ്യം കൊണ്ടും ചരിത്രപരമായ പിൻബലം കൊണ്ടും ഏറെ പ്രസിദ്ധമായ കടത്തനാടിന്റെ മണ്ണിൽ നിന്നും 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വേളം പഞ്ചായത്തിലെത്താം. കാർഷിക സമൃദ്ധിയും പ്രകൃതി സൗന്ദര്യത്തിന്റെ കളിത്തൊട്ടിലുമായ ഈ നാട്ടിൽ വ്യത്യസ്തതകളുടെ വികസന പാരമ്പര്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് വേളം ശാന്തിനഗർ എന്ന 7ാം വാർഡ്. കഴിഞ്ഞ 5 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഏറെ ചരിതാർത്ഥ്യമുണ്ട്. വേളം ഗ്രാമപഞ്ചായത്തിന്റെ 17 വാർഡുകളിൽ കുറ്റ്യാടി പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന ശാന്തിനഗർ വാർഡ്. ഈ വാർഡിലെ അടിസ്ഥാന പ്രശ്നം ഗതാഗത സൗകര്യത്തിന്റെ അപര്യാപ്തത. ഒരു ഗ്രാമത്തിന്റെ വികസന ചരിത്രത്തിൽ ഏറെ പ്രധാനമാണ് റോഡും കുടിവെള്ളവും. റോഡുകൾ വികസനത്തിന്റെ അടിത്തറയും കുടിവെള്ളം അതിലേക്കുള്ള വഴിയുമാണ്. 5 റോഡുകളാണ് എനിക്ക് ഇവിടെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത്. ആ 5 റോഡുകളും എസ്റ്റിമേറ്റിൽ നിർദ്ദേശിച്ചതിനേക്കാൾ 100-200-150 മീറ്റർ പ്രകാരം ചെയ്യുകയും ചെയ്ത പണികൾ കുറ്റമറ്റ രീതിയിൽ ജനകീയ പങ്കാളിത്തമുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ക്വാളിറ്റി ഉറപ്പാക്കി ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. 326 മീറ്ററായിരുന്നു ഇവിടെ പഞ്ചായത്ത് സോളിങ്ങിന് വേണ്ടി അനുവദിച്ചത്. പക്ഷെ ഞങ്ങൾ 417 മീറ്റർ കൂടുതൽ ചെയ്ത് ഞങ്ങളുടെ നാട്ടുകാരുടെയും കൂടി സഹകരണത്തോടുകൂടി 5 വർഷത്തിന്റെ മുമ്പ് പല മെമ്പർമാർക്കുള്ള ഭരിച്ചിട്ടും ഇങ്ങനെ ഒരു റോഡ് ചളിക്കളായി നിൽക്കുകയല്ലാണ്ട് ഇതിന്റെ അപ്പുറത്ത് 100 കിലോമീറ്റർ അപ്പുറത്ത് ഒരുപാട് വീടുകളുള്ളതാണ്. റെയിൻകാ മെമ്പറായതിനു ശേഷം എന്റെ അനുഭവത്തിലുള്ള ഏറ്റവും ആദ്യത്തെ റോഡായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വീട് പണിക്കെല്ലാം വേണ്ടിയിട്ട് ഞങ്ങള് ഇവിടുന്ന് ഒരുപാട് ദൂരം കാൽനട ആയിട്ടാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി. ഇപ്പം വീടിന്റെ അടുത്ത് വരെ സുഖമായിട്ട് സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് ജീപ്പെല്ലാം പോക്ക് തുടങ്ങിയത് 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജീപ്പ് സർവീസ് ചെടിച്ചോയവാടും ഭാഗങ്ങളിലേക്ക് നടക്കും. കുന്നുകളും മലകളും നിറഞ്ഞ ഈ വാർഡിൽ കുടിവെള്ളത്തിന് വേണ്ടി വീട്ടമ്മമാർ നെട്ടോട്ടമോടുന്നത് പതിവ് കാഴ്ചയായിരുന്നു. ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് പഴശ്ശിനഗർ ഇന്ത്യാട് കുന്ന് കുടിവെള്ള പദ്ധതിയും ഗണപതി കണ്ടി കുടിവെള്ള പദ്ധതി, തുറക്കൽ കുന്ന് കുടിവെള്ള പദ്ധതി, ഇപ്പോൾ പാതി വഴിയിലെത്തിയിരിക്കുന്ന തറവട്ടത്തു നിന്ന് കുടിവെള്ള പദ്ധതി, കൂടാതെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മടത്തിൽ കുന്നുമ്പൽ കുടിവെള്ള പദ്ധതി, അങ്ങനെ 4ഓളം കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളത്തിന്റെ കാര്യമായിട്ട് ഈ 12 കുടുംബക്കാർക്ക് ഇവിടെ വെള്ളം ഇതെല്ലാം ചെയ്തോ നന്ദിയില്ല. ഉപകാരം ഇല്ലാണ്ടാവിടെ കുന്നിന്റെ വെള്ളം കയറ്റുവാനാവോ? ഞാൻ താഴെ വെള്ളിക്കുന്ന് വന്ന് അടയ്ക്കാൻ കൊണ്ടുപോയി കിണറിന്റെ വെള്ളിക്കുന്ന് വന്ന് മനാസത്ത് എല്ലാം ഇവിടെ വെള്ളം കൊണ്ടുപോകണ്ട. ഇപ്പൊ ഈ വെള്ളം കിട്ടലാണ് വെള്ളത്തിന് തരുന്നില്ല. ഞാൻ ഏറ്റവും വലിയ ഉപകാരം ഞങ്ങൾക്ക് വെള്ളം നമുക്ക് വേണ്ടേ. ഇപ്പൊ ആവശ്യം പോലെ വെള്ളം റോഡ് നിർമ്മാണ പദ്ധതികൾ കമ്മിറ്റിയുടെ ചുമതലയാക്കി മാറ്റി. ഇതുമൂലം ഗുണമേന്മ ഉറപ്പുവരുത്താനും അഴിമതി ഇല്ലാതാക്കാനും കഴിഞ്ഞു. ഇതിന് ഉത്തമ ഉദാഹരണമാണ് മില്ലുമുക്ക് ശാന്തിനഗർ റോഡ് പൂർത്തീകരണം. അനുവദിച്ചതിനേക്കാൾ 100 മീറ്റർ അധികം ടാർ ചെയ്യാനും കഴിഞ്ഞു. മടത്തിൽമുക്ക് കുഞ്ഞിയോട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ടാർ ചെയ്യുക മാത്രമല്ല, റോഡിന്റെ നീളം 210 മീറ്റർ അധികമാക്കുകയും ചെയ്തു. ജനകീയ കമ്മിറ്റിയുടെ കീഴിൽ 1.5 ലക്ഷം രൂപ പിരിച്ചെടുത്ത് പൂർത്തീകരിച്ച പദ്ധതിയാണ് വരിക്കോളിമുക്ക് കൂരങ്കോട്ട് റോഡ്. മില്ലുമുക്ക് കീരങ്കൈ റോഡ് സോളിംഗ്, ശാന്തിനഗർ കൊരണ്ടിയേനി റോഡ് എന്നിവ ഇങ്ങനെ പൂർത്തീകരിച്ച പദ്ധതിയിൽപ്പെടുന്നു. ഇളവനച്ചാൽ പള്ളി നാഗത്ത് കോളനി റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ 3 ലക്ഷം രൂപ പാസ്സായിട്ടുമുണ്ട്. ചെറിയൊരു വീതിയുണ്ട്. ഒരാൾക്ക് പോയാൽ ഒരാൾ തെറ്റിട്ട് പോകലും ബുദ്ധിമുട്ട് എടുത്തു കൊണ്ടുവേണം. പിന്നെ രോഗികളെല്ലാം എടുത്തെല്ലാം കൊണ്ടുവേണം. വേളം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിട്ട ഭാഗമാണ് പഴശ്ശി നഗർ പ്രദേശം. ഞങ്ങളെ കുടിവെള്ളം താഴേന്ന് കെട്ടിക്കൊണ്ടുവരില്ല. ഞങ്ങള് പിന്നെ 40 കൊല്ലത്താളായി ഞാനിങ്ങനെ വെള്ളം കെട്ടിക്കൊണ്ടുവന്ന് കുടിക്കുന്നു. ഇതുവരെ കുറെ മെമ്പർമാർ വന്നിട്ട് ഞങ്ങൾക്കൊരു ഉപകാരവും കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്റെ ഏരിയയാണ് ഞങ്ങൾക്കൂടെ കുടിവെള്ളം കിട്ടിയത്. വാർഡ് മെമ്പറുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് പദ്ധതിക്ക് വേണ്ടി സ്ഥലം MLA KK ലതികയെ കൊണ്ട് 16 ലക്ഷം രൂപ അനുവദിപ്പിക്കുകയും
നിരന്തരമായ സമ്മർദ്ദവും സമരപരിപാടികളും കൊണ്ട് പഞ്ചായത്തിൽ നിന്നും വാങ്ങിയ 4 ലക്ഷവും ഉപയോഗിച്ചാണ് തുറക്കൽ അയനോളിക്കുന്ന് കുടിവെള്ള പദ്ധതി, ഗണപതിക്കണ്ടിക്കുന്ന് കുടിവെള്ള പദ്ധതി, തറവട്ടത്ത് കുന്ന് കുടിവെള്ള പദ്ധതി എന്നിവ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ മറ്റു പദ്ധതികളാണ്. വൈവിധ്യമാർന്ന വികസന പദ്ധതികളിലേർപ്പെട്ടുവെന്നതാണ് കഴിഞ്ഞ 5 വർഷമായി ഈ വാർഡിനെ വ്യത്യസ്തമാക്കുന്നത്. നെൽകൃഷി പ്രദേശമായ എന്റെ വാർഡിൽ നെൽകൃഷിക്ക് അനുയോജ്യമായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നബാർഡിന്റെ സഹായത്തോടുകൂടി ഏകദേശം 60 ലക്ഷം രൂപ ചെലവിൽ 2 ജലസേചന തോടുകൾ, നിലവിലുള്ള ജലസേചന തോടുകൾ പുനരുദ്ധരിച്ച് കർഷകർക്ക് സഹായമായ രീതിയിലുള്ള ജലസേചന പ്രവർത്തനങ്ങൾ നടത്താനും കഴിഞ്ഞിട്ടുണ്ട്. 25 ഹെക്ടർ പ്രദേശത്ത് കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലസേചന സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിഗത ആനുകൂല്യങ്ങളായ ആട്, കോഴി, മറ്റ് നടീൽ വസ്തുക്കൾ മുതലായവ വളരെ കാര്യക്ഷമമായി യാതൊരുവിധ പക്ഷപാതവുമില്ലാതെ, സ്വജന പക്ഷപാതവുമില്ലാതെ അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചിട്ടുണ്ട്. 5 വർഷം പിന്നിട്ടതോടെ ജനങ്ങളുടെ പ്രതീക്ഷകൾ ഉയർന്നു. സ്വപ്നങ്ങൾ സഫലമായ ആഹ്ലാദത്തിൽ അവർ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഗതാഗതം, കുടിവെള്ളം, അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്. കുടിവെള്ളവും റോഡുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏത് വീടുകളിൽ ചെന്നാലും അവരുടെ റോഡിന്റെ പ്രയാസങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കുണ്ടുവീട്, ഇല്യാട്ടുമ്മൽ താഴ നടപ്പാത നിർമ്മാണം, അംഗൻവാടി പുനർനിർമ്മാണം, ഗ്രാമകേന്ദ്ര 1ാം നില പൂർത്തീകരണം, ഒപ്പം കുരുട കുനിയത്താഴ കനാൽ കയർ ഭൂവസ്ത്രം വിരിച്ചത്. ഇത്തരത്തിൽ വികസനത്തിന്റെ അടയാളങ്ങൾ രേഖപ്പെടുത്തിയ ഇടങ്ങൾ ഈ വാർഡിൽ ഒട്ടനവധിയാണ്. തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്റെ കഴിവിന്റെ പരമാവധി ഈ വാർഡ് കേന്ദ്രീകരിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു ഉദ്ദേശവും എല്ലാം ചെയ്തു തീർന്നു എന്നവകാശപ്പെടുന്നില്ല. ചെയ്യാൻ ഇനിയും എത്രയോ അധികമാണ്. താരാ റഹീമിന്റെ പിന്തുടർച്ചയായി വരുന്ന പുതിയ മെമ്പർ പനയുള്ള കണ്ടി സാജിദയുടെ വരവ് ഈ ചിത്രങ്ങൾക്ക് കൂടുതൽ മിഴിവേകട്ടെ.